ആമയൂർ. പ്രകൃതി ഭംഗി കനിഞ്ഞനുഗ്രഹിച്ച ഹരിതാഭമായ ഒരു കൊച്ചുഗ്രാമം. ജാതിമത വർണ്ണ വർഗ വ്യത്യാസമില്ലാതെ ഏവരും സോദരത്വേന വസിക്കുന്ന നന്മയുടെ അടയാളമായ ദേശം. പിന്നോക്കം നിന്നിരുന്ന ഈ ദേശത്തിനെ വിപ്ലവകരമായ പുരോഗതിയിലേക്ക് നയിക്കാൻ നമ്മുടെ UDF നേതാക്കൾക്കും ജനപ്രതിനിധികൾക്കും സാധിച്ചിട്ടുണ്ട്. തൃക്കലങ്ങോട് ഗ്രാമപഞ്ചായത്തിലെ ഭൂമിശാസ്ത്രപരമായും ജനസംഖ്യാപരമായും വളരെ പ്രധാനപ്പെട്ട ഒരു വാർഡാണ് 2ാം വാർഡായ ആമയൂർ. ആമയൂർ, പുളിങ്ങോട്ടുപുറം, കണ്ടാലപ്പറ്റ, നീലങ്ങോട്, കുന്നുംപുറം തുടങ്ങിയ പ്രദേശങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ആമയൂർ 2ാം വാർഡ്. ഈ വാർഡ് നിലവിൽ വന്നതിന് ശേഷം തുടർച്ചയായി മുസ്ലിം ലീഗ് അംഗങ്ങളെയാണ് ഇവിടെ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ വണ്ടൂർ ബ്ലോക്ക് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഈ വാർഡ് ഉൾക്കൊള്ളുന്ന കാരക്കുന്ന് ഡിവിഷനിൽ നിന്നും UDFന്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ നിയോഗിച്ചത് ഈ നാട്ടുകാരനും നമ്മുടെയെല്ലാം പ്രിയങ്കരനും യൂത്ത് ലീഗ് നേതാവുമായ സൈജൽ ആമയൂരിനെയായിരുന്നു. തിരഞ്ഞെടുപ്പിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയം നേടിയ അദ്ദേഹത്തിന് ഈ വാർഡിൽ നിന്നു മാത്രം ലഭിച്ചത് 500-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷമാണ്. തന്നെ തിരഞ്ഞെടുത്ത നാട്ടുകാർക്ക് തെറ്റിയിട്ടില്ല എന്ന് തെളിയിക്കുന്ന പ്രവർത്തനങ്ങളാണ് പിന്നീട് ഈ യുവനേതാവ് ഇവിടെ കാഴ്ചവെച്ചത്. ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ച് എങ്ങനെ ഒരു പ്രദേശത്ത് വികസനം നടത്താമെന്ന് അദ്ദേഹം നമുക്ക് കാണിച്ചു തന്നു. ഒരു നാടിന്റെ അടിസ്ഥാന വികസനത്തിന് ആക്കം കൂട്ടുന്ന അനിവാര്യ ഘടകമാണ് നല്ല റോഡുകൾ. ആ ഒരു ഉദ്ദേശത്തോടെ ഈ പ്രദേശത്ത് നല്ല റോഡുകൾ സൈജലിന്റെ ശ്രമഫലമായി നിർമ്മിക്കുകയുണ്ടായി. ആമയൂർ പുളിങ്ങോട്ടുപുറം SC കോളനി റോഡ്, കണ്ടാലപ്പറ്റ പരപ്പിൽ റോഡ്, പുളിങ്ങോട്ടുപുറം കാഞ്ഞിരമുക്ക് റോഡ് പൂർത്തീകരണം, 2ാം വാർഡിന്റെയും 3ാം വാർഡിന്റെയും അതിർത്തി പങ്കിടുന്ന പ്രദേശത്തെ റോഡ്, കുന്നുംപുറ പ്രദേശത്ത് പാവപ്പെട്ട ST കുടുംബങ്ങൾ താമസിക്കുന്ന വീടുകളിലേക്ക് എത്തിപ്പെടാൻ മാർഗമില്ലെന്ന് മനസ്സിലാക്കി സ്ഥലം കണ്ടെത്തി നിർമ്മിച്ച റോഡ്, ഇവയെല്ലാം ഈ ഗണത്തിൽപ്പെടുന്നവയാണ്. അതുപോലെ തന്നെ ആമയൂരിന്റെ ഹൃദയം തൊട്ട് കടന്നു പോകുന്നതും ശോച്യാവസ്ഥയിൽ കിടന്നിരുന്നതുമായ കാരക്കുന്ന് ആമയൂർ എളയൂർ റോഡ് PMGSY പദ്ധതിയിൽപ്പെടുത്തി നവീകരിച്ചതും ഈ കാലയളവിലാണ്. ബഹുമാന്യനായ MP ശ്രീ PK കുഞ്ഞാലിക്കുട്ടിയാണ് ഈ റോഡിന്റെ ഉദ്ഘാടനം നിർവഹിച്ചത്. പുളിങ്ങോട്ടുപുറം ജംഗ്ഷൻ മിനിമാസ്റ്റ് ലൈറ്റ്, പുളിങ്ങോട്ടുപുറം കോളനി മിനിമാസ്റ്റ് ലൈറ്റ്, പുളിങ്ങോട്ടുപുറം കല്ലിടുമ്പ് VCB കം ബ്രിഡ്ജ് തുടങ്ങിയവയെല്ലാം ജനങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിഞ്ഞ് പൂർത്തീകരിച്ച പദ്ധതികളാണ്. ഒരു വലിയ പ്രദേശത്തിന്റെ കുടിവെള്ളക്ഷാമം പരിഹരിക്കുന്നതിന് അനുവദിച്ച പദ്ധതിയാണ് പുളിങ്ങോട്ടുപുറം കല്ലിടുമ്പ് കുടിവെള്ള പദ്ധതി. കിണറിനും ടാങ്കിനും മറ്റുമുള്ള സ്ഥലം പ്രദേശവാസികളിൽ നിന്നും സൗജന്യമായി ഏറ്റെടുത്തുകൊണ്ടാണ് കാരക്കുന്നിന്റെ പ്രിയ ബ്ലോക്ക് മെമ്പർ ഈ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. ഈ വാർഡിൽ ഉൾപ്പെടുന്ന നീലങ്ങോട് പ്രദേശത്ത് നിർമ്മിച്ച ഈ മിനി സ്റ്റേഡിയവും നാട്ടുകാരുടെ ചിരകാല അഭിലാഷമായിരുന്നു. കുട്ടികളുടെയും മുതിർന്നവരുടെയും കായികക്ഷമത വർദ്ധിപ്പിക്കുവാനും വിനോദത്തിനും ഇന്നേറെ ഉപയോഗപ്പെടുന്നുണ്ട് ഈ സ്റ്റേഡിയം. 2ാം വാർഡിൽ നടക്കുന്ന വിവിധ വികസന പ്രവർത്തനങ്ങളോടൊപ്പം തന്നെ കുന്നുംപുറം അംഗൻവാടിയുടെ പുനർനിർമ്മാണവും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് പഞ്ചായത്തിലൂടെ നടപ്പിലാക്കുന്ന തൊഴിലുറപ്പ് പദ്ധതിയിലൂടെയും ഗ്രാമപഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിലൂടെയും ഡിപ്പാർട്ട്മെന്റിന്റെ സഹായത്തോടുകൂടിയും ഇതിന്റെ നിർമ്മാണം ഉടൻ തന്നെ പൂർത്തീകരിക്കുന്നതായിരിക്കും. ഒരു നാടിന്റെ വികസനം ത്വരിതഗതിയിൽ മുന്നേറുവാൻ ശക്തരായ ജനപ്രതിനിധികളുടെ ഇടപെടലുകൾ ഉണ്ടായേ തീരൂ. സൈജൽ ആമയൂർ എന്ന യുവനേതാവിനെ തീർച്ചയായും നമുക്ക് ഈ ഗണത്തിൽപ്പെടുത്താം. 2ാം വാർഡിനു വേണ്ടി ബ്ലോക്കിൽ നിന്നും സൈജൽ ചിലവഴിച്ച ലക്ഷക്കണക്കിന് രൂപയോടൊപ്പം വാർഡ് മെമ്പർ വേണു പ്രാക്കുന്ന്, മഞ്ചേരിയുടെ വികസന നായകൻ അഡ്വക്കേറ്റ് M ഉമ്മർ MLA എന്നിവരുടെ വികസന ഫണ്ടും കൂടിച്ചേരുമ്പോൾ കോടിക്കണക്കിന് രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ആമയൂർ 2ാം വാർഡിൽ മാത്രം നടപ്പാക്കിയിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ടുന്ന ഒന്നാണ് MLAയുടെ വികസന ഫണ്ടിൽ നിന്നും 24 ലക്ഷം രൂപ ചിലവിൽ CMLRP സ്കീം പ്രകാരം വെള്ളാരംകല്ല് കുന്നുംപുറം റോഡും 10 ലക്ഷം രൂപ ചിലവിൽ കണ്ടാലപ്പറ്റ അരീക്കാട് റോഡും നവീകരിക്കാനായി വകയിരുത്തപ്പെട്ടത്. പുളിങ്ങോട്ടുപുറം മിനിമാസ്റ്റ് ലൈറ്റ്, ആമയൂർ മേലങ്ങാടി മിനിമാസ്റ്റ് ലൈറ്റ്, കുന്നുംപുറം മിനിമാസ്റ്റ് ലൈറ്റ് ഇവയും MLAയുടെ വികസന ഫണ്ട് ഉപയോഗിച്ച് നിർമ്മിച്ചവയാണ്. ചുരുക്കി പറഞ്ഞാൽ കഴിഞ്ഞ 5 വർഷം കൊണ്ട് ഈ പ്രദേശത്ത് വിപ്ലവകരമായ മുന്നേറ്റം നടത്താൻ എല്ലാ UDF പ്രതിനിധികൾക്കും സാധിച്ചിട്ടുണ്ട്. UDF എന്നും എപ്പോഴും പ്രതീക്ഷ തന്നെയാണ്.
നാടിന്റെ നന്മയ്ക്കും വികസനത്തിനും വേണ്ടി UDF പ്രതിനിധികൾക്ക് മാത്രം വോട്ട് ചെയ്യുക. നാടും നാട്ടുകാരും ഒരേ മനസ്സോടെ ഒരേ സ്വരത്തിൽ ആമയൂർ പുളിങ്ങോട്ടുപുറം 1-ാം വാർഡിലേക്ക് പ്രിയ സഹോദരി മഞ്ജുഷയ്ക്ക് വീണ്ടും സ്വാഗതം. UDF സ്ഥാനാർത്ഥി മഞ്ജുഷയെ കൈപ്പത്തി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക. വാർഡ് അറിയുന്ന വാർഡിന്റെ സ്ഥാനാർത്ഥി തൃക്കലങ്ങോട് പഞ്ചായത്ത് ആമയൂർ 2-ാം വാർഡിന്റെ UDF സ്ഥാനാർത്ഥി NV ജമീല റസാക്കിനെ കോണി അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വിജയിപ്പിക്കുക.